കോഴിക്കോട്ടെ കപ്പലോട്ടം കഴിഞ്ഞെത്തിയ നമ്മുടെ വള്ളൂനാടൻ കൂട്ടത്തിൽ കൊള്ളയെ നടത്തി കൊള്ളി വെച്ച് താമൂരിപ്പട. ഈ മണ്ണിലേക്ക് ഇനി ഒരു തരി പൊന്നെത്തിക്കൂടല്ലോ. നമുക്ക് വിവരം കിട്ടിയോണ്ട് പന്തലായനി ഇറങ്ങി കട്ടവണ്ടി കയറി വരുന്ന വഴിയാ ഇവിടുത്തെ വിവരങ്ങൾ അറിയണത്. എല്ലാം കേട്ടപ്പോൾ ഇങ്ങോട്ട് വന്ന് കാണാതെ ഒരു സ്വൈര്യം കിട്ടിയില്ല. ഒരു ജന്മം കൊണ്ട് സ്വരുക്കൂട്ടിയത് മുഴുവനുണ്ടല്ലോ പൊന്നായിട്ട്. മൈമുനാന്റെ നിക്കാഹ് നടത്തണ്ടേ? അതിന് ഇവനുണ്ടല്ലോ. സ്വന്തം മണ്ണി കുരുത്ത കുരുമുളക് കൊണ്ടുണ്ടായ ഈ പൊന്നുകൊണ്ട് വേണം നമ്മുടെ വേറെറുത്ത പാപിയുടെ ഉയിരിന്റെ കെട്ടറുക്കാൻ. ഇത് നിങ്ങളുടെ ദേഹത്ത് ഒരു മൂന്നാമത്തെ കൈയായിട്ട് കിടന്നുണ്ട്. ഒപ്പം നമ്മളുണ്ട്. ചാവേറാണെന്നും കരുതി വെട്ടത്തതിർത്തിയില് കളറി കയറിയിട്ട് 3 ആണ്ട് പോലും ആകാത്ത പൈതങ്ങളെ കുളത്തി കെട്ടി താഴ്ത്തി താമൂരിന്റെ ആൾക്കാർ അറിഞ്ഞു. ഇവിടെ ആരെയും അറിയിക്കണ്ട. കടലിലെയും കച്ചവടത്തിലെയും നിയമം തെറ്റിക്കുന്നവനാ താമൂരി. ആ നെറിയില്ലാത്തവന്റെ മുന്നിൽ നമ്മൾ പോയാലും എന്താവുന്നു? ശരിയുള്ള ഒരു ശക്തിയുള്ളവന്റെ മുന്നിൽ എപ്പോഴും ജയിച്ചു എന്ന് വരില്ല. എന്നാലും ഇടയ്ക്കൊരു വിളക്കെങ്കിലും മിന്നില്ലെങ്കിൽ എല്ലാം ഇരുട്ടാവില്ലേ? എല്ലാവർക്കും ഇരുട്ടെന്നേ പഴക്കായി. എന്നിട്ടും വെട്ടത്തെ പറ്റിയൊരു ഓർമ്മ. എല്ലാറ്റിനും മീത് നിൽക്ക്. പാണന്റെ പാട്ടിന് പകിട്ടാവട്ടെ. നിനക്ക് എന്നോടൊന്നും പറയാനില്ലേ? ദേവിയുടെ ദർശനം കിട്ടിയതല്ലേ, പൂവ് തന്നെ വേണം. ഒരായുസ് മുഴുവൻ പ്രാർത്ഥിച്ചത് ഇങ്ങനെയൊരു നാള് വരുമ്പോ കണ്ണ് നിറയരുതെന്നാണ്. എന്റെ മാത്രമല്ല, ജയിക്കാനായി കച്ചകെട്ടി ഇറങ്ങുന്ന ഒരാണിനെ ഓർത്തും വള്ളവനാട്ടിലെ ഒരു പെണ്ണിന്റെയും ഒരു തുള്ളി കണ്ണീര് പോലും വീഴില്ല. വീണ അത് തീമഴയാകും. ഭഗവതിയോട് ഒരൊറ്റ പ്രാർത്ഥനയുള്ളൂ. മുറിച്ചു വെച്ച പോലെ ബാക്കി തന്നു പോയ എൻ്റെ ഉണ്ണി വളർന്നു വലുതായി ഈ മണ്ണിന് വേണ്ടി ബലിയർപ്പിക്കാൻ പുറപ്പെടുന്ന ഇതുപോലൊരു ദിവസം കാണാനിട വരുത്തരുതേ എന്ന് ഒരിക്കൽ മാത്രമേ എനിക്കിത് താങ്ങാനാവൂ. ഇവിടുന്ന് പടിയിറങ്ങി പോകുമ്പോൾ മുന്നിലെ ഇരുട്ടിൽ ഇരുതിരിട്ട കണ്ണായി കത്തേണ്ടത് നീയാണ്. തിരിഞ്ഞു നോക്കാതെ മുന്നോട്ട് പോകുമ്പോൾ ഓരോ ചൂടിലും ഞാനും ഉണ്ടാവും. കാവിലമ്മ കാക്കും. ഓരോ ചൂടിലും കനകം വിളയട്ടെ.
രാജാവ് തിരുമനസിന്റെ വിരുത്തിപ്പണം സ്വീകരിക്കുക. തിരുമനസിന് വൈഷമ്യമുണ്ട്, അതുകൊണ്ടാ കൊട്ടും കുരവയൊന്നും വേണ്ടാന്ന് വെച്ചത്. പിന്നെ എല്ലാം കുറച്ച് രഹസ്യമാവട്ടെ എന്നും വെച്ചു. ചുറ്റിനും ചാരന്മാരുണ്ട്, സൂക്ഷിക്കണം. മറ്റ് ചടങ്ങുകളൊന്നും മുടക്കണ്ടെന്നും കൽപ്പിച്ചറിയിട്ടുണ്ട്. അമ്മേ, മാമാങ്കത്തിന് പോവുകയാണ് ഞാൻ. അനുഗ്രഹിച്ചയക്കണം പെറ്റൊരമ്മേ. തിരികെ വന്നില്ലെങ്കിലും ഒരു മകൻ എന്ന നിലയിൽ ശിഷ്ടകാലം കഴിയാനുള്ള പണം വെച്ച് അമ്മയെ വണങ്ങുന്നു ഞാൻ. നീയേ ഇനി എനിക്കുള്ളൂ. നീ കൂടെ പോയി കഴിഞ്ഞാൽ ആരുണ്ട് അമ്മയ്ക്ക് ശേഷക്രിയ കഴിക്കാൻ? അഴലണ്ട, അമ്മയ്ക്ക് തിരുനെല്ലിയിൽ പിണ്ടവും വെച്ച് പോവും ഞാൻ. തിരുനാവായിക്ക് പോയി നിലപാട് തറ വെട്ടിപ്പിടിച്ചോ, കൊന്നോ, അടക്കിയോ, മരിച്ചോ, ജയിക്കതയുണ്ണി. നേരമാവനുമൊത്ത് മാമാങ്കത്തിന് പോവുകയാണ് ഞാൻ. അനുഗ്രഹിച്ചയക്കണം പെറ്റൊരമ്മേ. തിരിച്ചു വന്നില്ലെങ്കിലും ഒരു മകനെന്ന നിലയിൽ ശിഷ്ടകാലം കഴിയാനുള്ള പണം വച്ച് അമ്മയെ വണങ്ങുന്നു ഞാൻ. ഒരു മകനെന്ന നിലയിൽ ശിഷ്ടകാലം കഴിയാനുള്ള പണം വെച്ച് വണങ്ങുന്നു ഞാൻ. തിരുനാവായിക്ക് പോയി നിലപാട് തറ വെട്ടിപ്പിടിച്ചോ, കൊന്നോ, അടക്കിയോ, മരിച്ചോ, ജയിക്കതയുണ്ണി. അമ്മാവൻ ചന്ദ്രോത്ത് പണിക്കർക്കും മുന്നിൽ വെട്ടിക്കയറണം നീ, അല്ലെങ്കിൽ വെട്ടി മരിക്കണം മുന്നേ നീ. അരുത്, തിരിഞ്ഞു നോക്കാനോ തിരികെ പോകാനോ പാടില്ല ഉണ്ണി. മുങ്കനുണ്ടാവും തുണയ്ക്ക്. തിരുനെല്ലിയിലെ കർമ്മങ്ങൾ മറക്കണ്ട.
എന്റെ തിരുവേഗപ്പുറത്ത് അപ്പനെ എന്തോരം മാത്രം ആൾക്കാർ വന്നു പോയിരുന്ന വഴിയായിരുന്നു. മാമാങ്കകാലത്ത് ചെറുപൂരത്തിനുള്ള ആളുണ്ടാവുന്നതാ. എന്നിട്ടിപ്പോ ആരും ഇല്ലാണ്ടായല്ലോ. ഈ നാടിങ്ങനെ തകർന്നു പോയല്ലോ എന്റെ ഭഗവതി. തലച്ചെന്നവരെങ്ങാനും ആണോ? തുറക്ക തുറക്ക തുറക്ക. കടമ്പഴി പൊട്ടിക്കോ. അങ്ങോട്ടോ ഇങ്ങോട്ടോ ആരും പോവില്ല. വരുന്നവരെ അവിടെ നിർത്തണം. ഇത്തരാലക്കുറിപ്പിന് തിരിഞ്ഞോ? ഉറക്കമൊഴിക്കണം. ഇവിടുന്ന് ഒരു അടി മാറരുത്. ഇപ്പോ പതിവുകാര് പോലും കടക്കലില്ലേ? ആട്ടക്കാരി ഉണ്ണിമായുടെ മാളികയില് പരദേശി വ്യാപാരി ആരോ കൊന്നു. തമ്പുരാന്റെ സ്വന്തം ആളായിരുന്നു. വലിയ കളിയാ. തലച്ചെന്നോര് നേരിട്ട് അന്വേഷിക്കാൻ പുറപ്പെട്ടിട്ടുണ്ട്. ഇനി ഒരുത്തനെയും വെറുതെ വിട്ടില്ല. രാജ്യദ്രോഹി. ഇത് തലകാപ്പ് നായർ അന്വേഷിച്ച തിരിയൂലേ? ഒന്നല്ല, ഒരുപാട് തലകാപ്പുകളുടെയും പടനായന്മാരുടെയും നേതൃത്വമുള്ള വലിയ തലച്ചെന്നൂര് നേരിട്ട് വരുന്നെങ്കിൽ മരിച്ചത് സാധാരണ വ്യാപാരിയാവാൻ തരവില്ല. അന്വേഷണം കല്ലിനെ അല്ല, പാറയെ തന്നെ പിളർക്കും. ഉണ്ണിമായുടെ കൂത്തുമാളിക. ഇരാമ, വള്ളുവനാട്ടിലെ പ്രമാണിമാരുടെ മടിശീല ചോരുന്നത് ഇവിടേക്കാ. പുത്തനത്താണിയിലും ചാത്തൻകാവ് പാറയിലും പട്ടരുനടക്കാവിലും കൂടലൂരുമൊക്കെ കറങ്ങുന്നുണ്ടല്ലോ നിങ്ങളുടെ ചാരന്മാർ. എന്നിട്ട് ഇതുവരെ ആരെയും ഒന്നിനെയും പിടിക്കാൻ പറ്റിയില്ലേ തലകാപ്പ് നായർക്ക്? മാളികയിൽ എഴുന്നള്ളിയാൽ ഇരിപ്പും വെടിപ്പാവും, അന്വേഷണവും പരിശോധനയും എളുപ്പാവും ചെയ്യും. ഇരാമ, ആണും പെണ്ണും കെട്ട ഈ തലകാപ്പ് നായർ ഇവിടെ നിൽക്കട്ടെ. ആ തേവിടിസികൾ എവിടെ? അവരെ കൊണ്ടുപോവാ. അധികാരെ കോപിക്കരുത്, അവളുമാരെല്ലാം കടന്നു കളഞ്ഞു. ഉണ്ണിമായ പോയി അവളെ കൊണ്ടുപോവാ. ഇല്ലെങ്കിൽ തച്ചനാരായാലും മാളിക വിശേഷം തന്നെ. ചുങ്കം പിരിച്ചുണ്ടാക്കുന്ന ഉടയോരുടെ എടുപ്പുകളേക്കാൾ എടുപ്പുണ്ടല്ലോ ഇതിന്. എന്നാൽ പളവളപ്പുമില്ല, കോമാളിപ്പുളപ്പുമില്ല. ആട്ടരാത്രി ഇവിടെ തങ്ങിയ ചിലരെ പഠിപ്പുര മാളികൾ ചോദ്യം ചെയ്യുന്നുണ്ട്. കടന്നുപോയ കൂട്ടത്തിൽ പലതിനെയും തിരഞ്ഞു പിടിച്ച് തിരിച്ചെത്തിക്കാനുള്ള ഏർപ്പാട് ചെയ്തു തലച്ചെന്നൂരെ. ഇടനാഴിയിൽ കിന്നാരപ്പട്ട് വിരിച്ച് ഇരുവശത്തും വെള്ളിത്തിരിയിട്ട വിളക്കുകൾ കൊളുത്തി, പിച്ചകവും മുല്ലയും വിതച്ച് കസ്തൂരിയും കളഭവും തളിച്ച്, അലങ്കാരത്തിന് പൊന്നുമണിത്താലവും ചെപ്പും കണ്ണാടിയും വെച്ച്, പൊൻകിണ്ടിയിലെ പൈമ്പാലും മുഖം വിളങ്ങാൻ പട്ടുതിരിയിട്ട പാലവിളക്കും കൊളുത്തി പരദേശികളെ വരവേറ്റു കേമികൾ. എന്നിട്ട് അവരെവിടെ പോയിന്നാ പറഞ്ഞേ? കാര്യസ്ഥൻ കോന്തിനായരാ തലച്ചെന്നോരെ. ഇയാൾക്കറിയാം ഉണ്ണിമായുടെ മായം. തമ്പുരാനെ, കൊല നടന്നെന്ന് കുമരം വന്ന് കൂവി പറഞ്ഞ നേരം ആണേത് പെണ്ണേതെന്ന് തിരിച്ചറിയാത്ത വിധം കൂട്ടം നെട്ടോട്ടം ഓടി. ഞാനും ഓടി. ആ കോലാഹലത്തിനിടയിൽ ഒരു മിന്നായം പോലെ ദാരിച്ചിന്റെ കുതിരയും പായണത് കണ്ടു. അവന്റെ കൂടെ ആ ഉണ്ണിമായും പോയി. കൈ കെട്ടി എന്ത് മടിക്കണ തെണ്ടിക്കൂട്ടം ഇവിടുത്തെ പെണ്ണുങ്ങളെയും കടത്തിക്കൊണ്ട് പോയി. തമ്പ തലയ്ക്കു മുകളിൽ ചിലങ്ക കെട്ടിയാടുന്ന ഈ കാലുകളാരുടെ? കടവാവലുകളോ കുരങ്ങന്മാരോ? അതോ മച്ചിൽ കുടികൊള്ളുന്ന ഭഗവതി തന്നെ? ആരായാലും അതൊന്ന് കാണട്ടെ രാമ. ഇനിയൊന്ന് മുറുക്കാം.
ഇവരാണ് മച്ചിൽ ഒളിച്ചു കളിച്ച എലികൾ. ഇത് ഉണ്ണിനീലി, മായച്ചയോട് ഉറപ്പറഞ്ഞോ. കുറത്തി വേഷത്തിലാണല്ലോ കൂത്ത്. ഉണ്ണിനീലി. ആ, ഇവളെവിടത്തെയാ? തെക്കൊരു കായംകുളം ദേശത്തുനിന്ന് വന്നതാന്നേ. നീ കായംകുളത്ത് നിന്ന് വന്നതാണെങ്കിൽ ഈ വാൾമുന നിനക്ക് പൂവമ്പഴം. സ്വാദു നോക്കുന്നു. ലോകവാസികൾക്കെല്ലാം ലോഭനീയമായ സ്ത്രീരത്നങ്ങളെ ദണ്ഡിക്കാൻ ഈ കൈ പോലും ആയുധമാക്കില്ല. ഞാൻ കൊടുത്ത വാക്കായിപ്പോയി. പരദേശി വ്യാപാരിയെ കൊന്നതാര് എന്നിവൾക്കറിയാമെങ്കിൽ അത് പറയാൻ തുറന്നാൽ മതി. ഇനി ഇവളുടെ വാ. ഉണ്ണീലി ആരെയും കൊന്നിട്ടില്ലായേ. കരുമാരി, കൊങ്ങ് ദേശത്ത് നിന്നെക്കാൾ വലിയ കള്ളികളെ മെരുക്കി ശീലിച്ച പൊരുളാണിത്. ഇവള് പറയിക്കും നിന്നെ കൊണ്ട് സത്യം. ഇവളുടെ വേഷം കെട്ടും മുഖമെഴുത്തും വായിച്ചും മായിച്ചും എനിക്കറിയണം സത്യം. ഇരാമ, പുലരും മുമ്പ് ആ മായിച്ചിയെ കിട്ടണം. தாமூரி தம்பரானோட கனிவுனால உயிர் பிச்சை கிடைச்ச குடும்பம் நாங்க. தம்பரானுக்காக உயிர் கொடுப்பேன், உயிரையும் எடுப்பேன். அதுதான் என் கடமை. உனக்கு தெரிஞ்ச உண்மையை சொல்லு உண்ணிலி. இல்லனா உங்க ஆளுங்க ஒவ்வொருத்தரையும் இந்த மாதிரி சித்திரவதை பண்ணி நான் உண்மையை வர வைப்பேன். ஐயா, മായമ്മയുടെ ആട്ടത്തിന് പാടാൻ വേണ്ടി പെണ്ണൊരുത്തി. അത് മാത്രമായിരുന്നു ഞാൻ. പണം മുഴുവൻ മായച്ചിക്കും, പഴി മുഴുവൻ ഞങ്ങൾക്കും. എത്ര നാളെന്ന് പറഞ്ഞിങ്ങനെ നരയിക്കും. കൊന്നുപോയി തമ്പുരാനെ. ആ മായച്ചി മയക്കിയ പരദേശി ഞാൻ കൊന്നു. ചില്ലറ കാശിന് വ്യാപാരത്തിന് വരണവരെ പോലായിരുന്നില്ല പരദേശി. സ്വർണത്തിന് സ്വർണം, പണത്തിന് പണം. ഇങ്ങനെ ഒരാളെ കിട്ടണമെങ്കിൽ അടുത്ത മാമാങ്കക്കാലം വരെ നോമ്പ് നോക്കണം. അതുവരെ ആരുണ്ടെന്ന് ആര് കണ്ടു? കൊല്ലണമെന്നില്ലായിരുന്നു തമ്പുരാനെ. പിഴ പറ്റിയത് ഈ കുന്തിയെന്നാര് പറഞ്ഞ വാക്ക് കേട്ടിട്ട. മതിര കൊടുത്തും കറുപ്പ് കൊടുത്തും പരദേശിയെ മയക്കിയിട്ട് സൂത്രത്തിൽ ആ രത്നം വിൽക്കാനായിരുന്നു ഞങ്ങളുടെ നീക്കം. ആട്ടക്കാരികളുടെ കയ്യിലെ രത്നമെന്ന് കേട്ടപ്പോ പരദേശി വിശ്വസിച്ചു പോയല്ലേ? വിശ്വസിച്ചില്ല തമ്പുരാനെ. ഇവിടുന്ന് കരുതുന്ന പോലെ പരദേശി വെറും കച്ചവടക്കാരനായിരുന്നില്ല, മഹാസൂത്രക്കാരൻ. തലകാപ്പ് നായർക്ക് ലന്തക്കാര് സമ്മാനമായി നൽകിയ രത്നം, ആ മുതലിന് വില പറയാൻ വള്ളുവനാട്ടിൽ ആരാ? അത് വിൽക്കാനാ നോക്കിയത് പരദേശിക്ക്. ആട്ടരാത്രി മാളികയുടെ പുറകില് കാവില് വെച്ചായിരുന്നു കൈമാറ്റത്തിനിടം കുറിച്ചത്. മായിച്ച് അറിഞ്ഞ എന്നെ കൊല്ലും. പാത്തും പതുങ്ങിയും പേടിച്ചാ ഞാൻ അവിടെ പോയെ. രത്നം കൈ കിട്ടിയ വ്യാപാരിയുടെ വിധം മാറി. അത് വെറും കണ്ണാടിച്ചില്ലാന്ന്. എന്നാ പിന്നെ അത് തിരിച്ചു താന്ന് പറഞ്ഞപ്പോ അയാൾ അത് കൈക്കലാക്കി കടന്നു കളയുമെന്ന് തോന്നി. പിടിച്ച പിടി ഞാനും വിട്ടില്ല. ഹരയിൽ വെച്ച കത്തി എന്റെ കഴുത്തിൽ വെക്കുന്നായപ്പോ സകല ദൈവങ്ങളെ വിളിച്ച് ഞാനത് ചെയ്തു. ആ പരദേശി ചത്തു. ശവം വലിച്ചിടാൻ നോക്കിയപ്പോ ആളെ അന്വേഷിച്ച അന്ന കുമരനാണ് കണ്ടതും വലിയ വായിൽ നിലവിളിച്ച് ആളെ കൂട്ടിയതും. ചെയ്യാത്ത കുറ്റത്തിന് എന്തിനാ മായച്ച് സമാധാനം പറയുന്നേ? എന്റെ ഭാഗം ഏറ്റു പറഞ്ഞ് അവരെ ഞാൻ കേറ്റുവിട്ടു തമ്പുരാനെ. ജീവിക്കാൻ ചെയ്തു പോയതിന്
ശിക്ഷ എന്തു തന്നെയായാലും കൽപ്പിച്ച് തീരുമാനിച്ചാലും. ഉണ്ണീലി, മായമ്മയ്ക്ക് തെറ്റി. നീ വെറും പാട്ടുകാരി മാത്രമല്ല, നീയാണ് ആട്ടക്കാരി, ശരിയായ ആട്ടക്കാരി. ഇല്ലാത്ത രത്നത്തിന്റെ പൊരുൾ അവിടെ നിൽക്കട്ടെ. കൈതമുള്ളുകൾ നിറഞ്ഞ പൊന്തകളാണ് ആ കാവിന് ചുറ്റും. കോയയുടെ ദേഹം കാണാൻ നീ അവിടെ പോയിരുന്നുവെങ്കിൽ മേലാസകലം കീറി മുറിയാതെ തിരിച്ചു വരാനാവില്ല നിനക്ക്. ചെളി പുതഞ്ഞ ആ മണ്ണിൽ നിന്റെ കാൽപാദങ്ങൾ പതിഞ്ഞിട്ടില്ല. നീ ഈ ആട്ടമാളികയിൽ നിന്ന് പുറത്തു പോയിട്ടുമില്ല. നീ വിൽക്കാൻ ശ്രമിച്ച ആ രത്നത്തിന്റെ ലക്ഷണം എന്തായിരുന്നു പുറത്തെ? അതെവിടെ പോയി എന്ന് നിശ്ചയുണ്ടാവില്ല നിനക്ക്. ഇതാണോ ഉണ്ണീലി പറഞ്ഞ ആ പൊരുൾ? ആട്ടം നടന്ന രാത്രിയിൽ നീ ഇത് കച്ചവടം ചെയ്തത് പരദേശി സമർക്കോയ്ക്കല്ല, അന്ന് നിന്നോടൊപ്പം ഉണ്ടായിരുന്ന പട്ടരജമാനനിൽ നിന്ന് തന്നെയാണ് ഈ മുക്കുകല്ല് കണ്ടെടുത്തത്. മാത്രമല്ല, ഒരാളെ കൊല്ലാനുള്ള കൈക്കരുത്തായോ കുഞ്ഞി നിനക്ക്? നീ കാണിച്ച കൂത്തിന്റെ ആൾമറയ്ക്ക് പിന്നിൽ ആരെ ഒളിപ്പിച്ചാലും ഇന്ന് ചന്ദ്രാസ്തമയത്തിന് മുമ്പ് താമൂരി തമ്പുരാന്റെ ഈ തലച്ചെന്നോർ അവരെ വെളിച്ചത്ത് കൊണ്ടുവന്നിരിക്കും. കൺപോളെ അടയാൻ സമ്മതിക്കരുത് ഇവിടെ. മായം അറിയുന്നത് എപ്പോഴെന്ന് ഞാൻ കാണിച്ചു തരാം. പുറപ്പെട്ടു പോയവരുടെ പിറകെ പോയവർ എവിടെ രാമ?